ഞാൻ പറയുന്നു ഇവിടെ 25,000 വോട്ടുകൾക്ക് സുഗുണൻ ജയിച്ചിരിക്കും. 50,000 വോട്ടുകൾക്ക് ജയിക്കാൻ പോണ നമ്മുടെ ദാമോണ്ണം തോക്കോന്ന. എടി നിന്റെ ഈ ദാമു ഈ നാടിന് വേണ്ടി എന്താണ് ചെയ്തത്? എന്ത് ചെയ്തെന്ന? ഈ നാട്ടുകാർക്ക് വേണ്ടി 25 ലക്ഷം രൂപ മുടക്കി പണിത് ആ ബസ് സ്റ്റോപ്പ് പിന്നെ ആര് കൊണ്ടുവന്ന? 2 കമ്പി വളച്ച് തുപ്പല് വെട്ടി ഒട്ടിച്ചു വെച്ചേക്കുന്ന ആ സാധനത്തിന് 25 ലക്ഷം അല്ലേ? നാട്ടിലെ 2 വിദ്യാർത്ഥികളെയാണ് സുഗുണൻ സ്വന്തം ചെലവിൽ വിദേശത്ത് നിർത്തി പഠിപ്പിച്ച് MBBS ഡോക്ടറാക്കിയത്. ആ 2 വിദ്യാർത്ഥികളും ഈ സുഗുണന്റെ മക്കൾ തന്നെയല്ലേ? അതിനെന്താ 2 കുട്ടികളെ പഠിപ്പിച്ചില്ലേ? സുഗുണനാണ് ഈ നാടിന്റെ അഭിമാനം. എന്തൊക്കെയാണെങ്കിലും ഇവിടെ ദാമോണ്ണന് നല്ല സാധ്യത ഉണ്ട്. അതെ, തോൽക്കാൻ നല്ല സാധ്യത ഉണ്ട്. വികസനം എന്ന പേരിൽ റോഡിൽ താഴ്ത്തുന്ന കാണിക്കാൻ വേണ്ടി തറയിൽ കരിയൂരി വാരി തേച്ച കാട്ടുകളിൽ സുഗുണൻ ജയിക്കുമെന്ന് നിങ്ങൾ പറയണം. പിന്നെ വീട്ടിലെ ബൾബ് ഫ്യൂസ് ആയപ്പോൾ സ്ട്രീറ്റിലെ ബൾബ് ഊരി വീട്ടിൽ കൊണ്ടിട്ട് ദാമു ജയിക്കുന്നതാണ് നീ പറയണം. ദാമോണ്ണൻ ജയിച്ചാൽ എല്ലാവർക്കും ജോലി ഉറപ്പാണ്. സത്യം, അവന്റെ അനിയന് ജോലി കിട്ടും, അവന്റെ ചേട്ടന് ജോലി. എന്തിനാണ് പറയുന്നു? 90 വയസ്സ് പ്രായമുള്ള അവന്റെ അപ്പൂപ്പന് വരെ അവൻ ജോലി വാങ്ങിച്ചു കൊടുക്കും. അവൻ ഇവിടുത്തെ നാട്ടുകാരല്ലേ? എന്റെ വോട്ട് ദാമോണ്ണനല്ല. എന്റെ വോട്ട് സുഗുണനും. അച്ഛാ അമ്മ നമ്മളെ പേര് വോട്ടർ ലിസ്റ്റിൽ ഇല്ല കേട്ടാ. സന്തോഷായില്ലേ? സന്തോഷായി.